അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 17 സെൻറ്റ് സ്ഥലത്ത് 1150 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷന്, ഇതിന് എത്രയാണ് വില ചോദിക്കുന്നത്, ഇതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ചെറിയ വില ചോദിക്കുന്നുണ്ട്. അതായത് ഇത് സ്ഥലം കുറച്ച് കൂടുതലുണ്ട്, 17 സെൻറ്റ് ഉണ്ട്, 5 സെൻറ്റോ 10 സെൻറ്റോ അല്ല. അതായത് അവിടെ കാണുന്ന ഈ കോൺക്രീറ്റ് റോഡ്, ഇവിടെ നിന്ന് ഇപ്പുറത്തേക്കാണ് ഇത് സ്ഥലം വരുന്നത്. ഉണ്ടോ, മുൻഭാഗത്ത് ഇവിടെ ഒക്കെ വീടുകളുണ്ട്. ആ കോൺക്രീറ്റ് റോഡ് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വഴി സൗകര്യമുണ്ട്, വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്, 3-4 നല്ല കായ്ഫലമുള്ള തെങ്ങുണ്ട്. അത് കൂടാണ്ട് ഒരുപാട് തെങ്ങിൻ തൈകളുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, കവുങ്ങുണ്ട്, കുറച്ച് പടുമരങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീടുണ്ട്, വലിയൊരു പഴക്കമില്ലാത്ത നല്ലൊരു വീടുണ്ട്. നമ്മൾക്ക് ഈ ഭാഗത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വീടും കൂടെ നിർമ്മിക്കുക. അവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അതായത് ഈ സ്ഥലത്തിൻ്റെ ഒരു കോർണറിൽ സൈഡ് ഭാഗത്തായിട്ടാണ് ഇപ്പം നിലവിൽ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അവിടെ ഒരു വീട് നിർമ്മിക്കാം. ഇനി അതല്ല, നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് ആ ഒരു കഷ്ണം നമ്മൾക്ക് വേറെ മറിച്ച് വെക്കാം. ഇനി അതല്ല, ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും. ചില ആളുകളുണ്ടാവും കുറച്ച് കൂടുതൽ സ്ഥലം ഉള്ള പ്രോപ്പർട്ടികളൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. നമ്മൾ വീടിനൊന്നും വലിയൊരു വില കാണില്ല, കാരണം എന്താ വെച്ചാൽ അർജൻറ്റ് വിൽപ്പനയാണ്. അപ്പോൾ മെയിനായിട്ട് സ്ഥലത്തിൻ്റെ വില അത് കുറച്ച് ചെറിയൊരു വിലയും കൂട്ടിയിട്ട് നമ്മൾ വീടിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാം. നല്ല വൃത്തിയുള്ള വീട് കേട്ടോ. നല്ല വൃത്തിയുള്ള പറഞ്ഞാൽ വലിയ പഴക്കമില്ലാത്ത നല്ല കെട്ടുറപ്പുള്ള നല്ല വീട് തന്നെയാണ്. തറക്കൊക്കെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, മുകൾക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. 3 ബെഡ്റൂം ഉണ്ട് ഓൾറെഡി. അതിൽ 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, കോമൺ ബാത്റൂം, ഇങ്ങനെ സൗകര്യങ്ങളുണ്ട്. ഇനി ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഈ ഭാഗത്തൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റിംഗ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഫില്ലറിൽ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്താ സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം കിളികൾ വാതിലൊക്കെ വെച്ചിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാണാം, റോട്ടിലേക്കുള്ള വ്യൂ ആണിത്. എന്നുണ്ടോ, ഫ്രണ്ട് ഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഒരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ കേട്ടോ. അതായത് ഇവിടുന്ന് അങ്ങാടിക്ക് ചെറിയ ദൂരമുള്ളൂ. ഒരു 100-150 മീറ്റർ ദൂരപരിധി മാത്രമേ ഇവിടുന്ന് അങ്ങാടിക്കുള്ള ദൂരപരിധി ഉള്ളൂ. ഇതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോറിൻ്റെ ഫ്രെയിം നല്ല തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഹാളിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇനി ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവർ ഇതിൻ്റെ ഹൗസ് വാമിങ് കുടിരിക്കലിൻ്റെ സമയത്ത് ഒരു കോട്ട് പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ, ഒരു വെള്ള പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തികേടുണ്ടാവും, ചുമല് ആ ചളി പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്നൊരു കോട്ട് കളർഫുൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി, നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു വീട് തന്നെയായി. ഇതുണ്ട്, ഹാളിൽ നിന്ന് മുകളിലേക്ക് തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ പില്ലറൊക്കെ ഉണ്ടാവും. ഹാൻഡ് റെയിലിൻ്റെ പില്ലറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു പ്രയർ റൂം, ഒരു നിസ്കാര റൂമുണ്ട്. ഇതുണ്ടാവും, ഒറ്റ കോട്ട് പെയിൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉള്ളതൊക്കെ നല്ല സെറ്റപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ ഷോക്കേസിന് പോയിൻ്റ് ഉണ്ട്. നല്ല ഗ്ലാസിൻ്റെ റാക്കൊക്കെ കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്സ് LED ലൈറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ഷോ ആയി. അതുപോലെ തന്നെ വിൻഡോസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതിനൊക്കെ ഡബിളായിട്ടാണ് മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ കമ്പികളൊക്കെ നല്ല സ്റ്റീലാണ്, GI ഒന്നുമില്ല. ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 4-2 സൈസിലുള്ള ടൈലാണ്. ഹാളിന് കോമൺ ബാത്റൂമാണിത്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. റൂം 10-10 സൈസിൽ വരുന്ന 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതുണ്ടോ, 2 ഭാഗത്ത് നല്ല വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്, കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അൽമാരിൽ വാർഡ്രോബ് ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ കച്ചവടമാവുന്ന മുറയ്ക്ക് അൽമാര അതൊക്കെ അവിടെ ചുമലിട്ട് സെറ്റ് ചെയ്തത്, അതൊന്നും അവർ പൊളിച്ചു കൊണ്ടുപോയില്ല. മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉൾഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ഇത് കൂടാണ്ട് പുറത്തൊരു ബാത്റൂം, അങ്ങനെ ടോട്ടലി 3 ബാത്റൂമാണ് ഈ വീട്ടിലുള്ളത്. നല്ല നീറ്റായിട്ടുള്ള വീട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി. ഉള്ളതൊക്കെ നല്ല സെറ്റപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ബെഡ്റൂം. ബെഡ്റൂമിൽ ഇവിടെ അൽമാര നല്ല റാക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കോട്ട് ഒരു പൊളി വെക്കണം. ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു പൊളി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയായി കിട്ടും. ലൈറ്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിയിൽ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഈ 2 ബെഡ്റൂം കൂടാതെ ഹാളിൽ ഇവിടെ ഒരു പാസേജ് ഏരിയ, ഈ പാസേജ് ഏരിയ നേരെ കിച്ചണിലേക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇങ്ങനെ ടോട്ടലി 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ബെഡ്റൂമുകളിലൊക്കെ ഇതുപോലുള്ള റാക്കുകളും മുകൾ ഭാഗം റാക്ക് അലമാരി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഉള്ളതൊക്കെ നല്ല എടുത്തിട്ടുള്ള വർക്കുകളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്, അടിഭാഗം ഇത് ടൈലാട്ടോ, ഷീറ്റൊന്നുമല്ല, ടൈൽ ഒട്ടിച്ചിട്ടുള്ളത്. നല്ല മാർബിൾ ലുക്കിലുള്ള ടൈല്. റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് ഉണ്ട്, സിങ്ക് ഉണ്ട്, ഗ്രില്ലെല്ലാം വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കി ഉണ്ട്. ഇതുണ്ട്, ഗ്രില്ലൊക്കെ നല്ല സെറ്റപ്പുള്ള ഗ്രില്ലാണ്. ഈ സൈഡിലുള്ള ഭാഗത്തായിട്ട് ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. ഇവിടെ റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ചുറ്റി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു അതിരി വരുന്നത്. അതിർഭാഗത്ത് അടിയിൽ ഉണ്ടാവും ഇവിടെ ഒരു കുളമുണ്ട്. അതായത് വലിയ രീതിയിലുള്ളൊരു റൗണ്ടിൽ, അതായത് ഇത് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവർ റിങ്ങൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പടുത്തിട്ട് അത് ശരിയാക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഇവിടെയാണ് ഇതിൻ്റെ കിണറിൻ്റെ സ്ഥലം. ഈ വീട്ടിലെ കിണറാണിത്. അതായത് ചെറിയ കിണറാണ്, നല്ല യഥേഷ്ടം വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ഇവിടെയൊക്കെ മണ്ണെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം വേറെ ആളെ പ്രോപ്പർട്ടിയില്ല. ഇപ്പം സൈഡ് ഭാഗത്ത് അതിരിൽ ഇവർ മണ്ണെടുത്തിട്ടുള്ളത് ഇവരെ പ്രോപ്പർട്ടിയാണ്. മുകൾ ഭാഗത്തേക്കൊക്കെ വേറെയുള്ള ആൾക്കാർതാണ്. പുറത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്, കുളിമുറി ഉണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല മുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്ലാവ്, മാവ്, തെങ്ങ്, കവുങ്ങുകൾ. 17 സെൻറ്റ് സ്ഥലം. 17 സെൻറ്റ് സ്ഥലത്ത് 1150 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസിട്ട നല്ലൊരു വീട്. വെള്ള സൗകര്യമുണ്ട്, വെള്ളം പറ്റാത്ത കിണറുണ്ട്, വഴി സൗകര്യമുണ്ട്, 4 തെങ്ങുകളുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, അങ്ങനെ കുറച്ച് മരങ്ങൾ, കവുങ്ങളൊക്കെ ഉണ്ട്. വീട് വലിയൊരു പഴക്കമില്ലാത്ത നല്ലൊരു വൃത്തിയിലൊരു വീടുണ്ട്. വീട് ഒന്ന് ചുറുക്ക് കൂട്ടണം, അതായത് ഒരു കോട്ട് പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ വിശദമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. വീടിൻ്റെ ഓരോ രൂപം പറഞ്ഞിട്ടുണ്ട്. ചെറിയ വില ചോദിക്കുന്നുള്ളൂ. അതായത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ യലംബ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ 6 കിലോമീറ്റർ, യലംബ്ര എന്ന് പറയുന്ന സ്ഥലം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അങ്ങാടിയാണ് യലംബ്ര എന്ന് പറയുന്നത്. സ്ഥലത്തിന് ആവറേജ് 1.5 ലക്ഷം 1.25 ഒരു സെന്റിന് മാർക്കറ്റുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ വില പറയുമ്പോൾ 17 സെന്റ് സ്ഥലമുണ്ട് അവിടെ. 17 സെന്റ് സ്ഥലത്തിന് 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ആവറേജ് മാർക്കറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 25 ലക്ഷം രൂപ നമ്മൾ കാലി സ്ഥലത്തിന് തന്നെ വിലയായി. അപ്പോൾ ഇവർ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില 32 ലക്ഷം രൂപയാണ്. പിന്നെ അപ്പം നമ്മൾ 25 കാലി സ്ഥലത്തിന് തന്നെ വില ആയ സ്ഥിതിക്ക് നമ്മളെ വീടിനൊക്കെ ചെറിയ വില അപ്പോൾ ആവുന്നുള്ളൂ. 1200 സ്ക്വയർ ഫീറ്റിൽ വലിയൊരു വീടുണ്ടല്ലോ, 1250 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 32 ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. മൊത്തത്തിൽ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഈ സ്ഥലം എടുത്തിട്ട് നമ്മൾക്ക് ഈ വീട് നിൽക്കുന്ന ഇവർ ഒരുമിച്ചേ കൊടുക്കുള്ളൂ. നമുക്ക് വീട് നിൽക്കുന്ന ഭാഗം കഴിച്ചിട്ട് നമ്മൾക്ക് ഒരു കഷ്ണം നമ്മൾക്ക് വേണമെങ്കിൽ വേറെ മുറിച്ച് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറെ വീട് കയറ്റണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യമുണ്ട്, വഴി സൗകര്യമുണ്ട്. നല്ലൊരു പ്രോപ്പർട്ടി. എലമ്പ്രങ്ങാടിയിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. ഉദ്ദേശിക്കുന്ന വില 32 ലക്ഷം രൂപ. കച്ചവടം എന്നുള്ള രീതിയിൽ ഇനിയും നീക്കുപോക്കുകൾ നമുക്ക് ചെയ്യിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.